ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ പഴയ കുറേ പാൻറ്റുകളൊക്കെ വലിപ്പമില്ലാത്തതും ഒക്കെ ഉണ്ടാവും അല്ലേ. അതുപോലെ തുണികൾ, മാക്സികൾ ഒക്കെ ഉണ്ടാകും നമുക്ക് പഴയത് ഒഴിവാക്കിയത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു യൂസായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കിച്ചൺ ഗ്ലൗസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻറ്റ് എടുത്തിട്ടുണ്ട്. ആ പാൻറ്റിൻ്റെ രണ്ട് കാലിൻ്റെ ആ ഭാഗവും ഒന്ന് വെട്ടി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് നിവർത്തി നമുക്കൊന്ന് വെട്ടി കൊടുക്കാം. ഇങ്ങനെ ഇതുപോലെ ഒന്ന് വെട്ടി കൊടുക്കാം. ഈ രണ്ട് ഇതും ഒരുപോലെ വെട്ടിയിട്ട് നമ്മൾ അതിന് മുകളിലൂടെ വെച്ചിട്ട് രണ്ടും മുകളിൽ വെക്കുക കേട്ടോ. നല്ല സൈഡും ഒപ്പം വെക്കുക. ചീത്ത സൈഡ് പുറത്ത് വരുന്ന രീതിക്ക്. ഓക്കെ. എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ആണ് നമ്മൾ അളവെടുക്കുന്നത്. നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് നമുക്കൊന്ന് വരച്ച് കൊടുക്കാം. കൈയിൻ്റെ അതുപോലെ തന്നെയാണ്. പിന്നെ ഞാൻ എപ്പോഴും ഫസ്റ്റിലൊക്കെ ഞാനത് അടിക്കുമ്പോൾ വൃത്തിയില്ലാത്ത പോലെ ഉണ്ടായിരുന്നു, അത് കിട്ടാറുണ്ടായിരുന്നില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ വരയ്ക്കുമ്പോൾ കുറച്ചിങ്ങനെ ഒരു ഇടവിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇങ്ങനെ കറക്റ്റ് നമ്മളെ വീനക്ക് കൊടുക്കണ പോലെ അങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ വരച്ച പോലെ കുറച്ചൊരു വിഡ്ത്തിൽ അങ്ങനെ കൊടുക്കണം. അപ്പോൾ ഇനി നമ്മൾ വരച്ച അതേ സൈഡിലൂടെ തന്നെ വരച്ച അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. വരച്ച അതിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി കുറച്ച് വലിപ്പം കൂട്ടണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടിക്കുമ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് തെന്നി നീങ്ങാതിരിക്കാൻ നിങ്ങൾക്ക് പിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇനി അതുപോലെ തന്നെ നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം ബാക്കി വരുന്ന തുണികൾ. എന്നിട്ട് നമ്മൾ നെക്ക് ചെയ്യണത് പോലെ തന്നെ അതിന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതായത് നമ്മളിങ്ങനെ ക്രോസ് ഇങ്ങനെ ചെയ്ത് കൊടുക്കില്ലേ, അതുപോലെ അത് ഇതിൽ കണ്ടാൽ മനസ്സിലാകും. ഇനി അത് മറിച്ചിട്ടിട്ട് നമ്മൾ താഴെ ഭാഗത്ത് ഒരു അലാസ്റ്റിക് കൊടുക്കുന്നുണ്ട്. അലാസ്റ്റിക് കൊടുക്കൽ നിർബന്ധമൊന്നുമില്ല, പക്ഷേ അലാസ്റ്റിക് കൊടുത്താൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ നിൽക്കും. നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ താഴെ ഭാഗം നല്ല വൃത്തിക്ക് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ നമ്മളെ പാൻറ്റിനൊക്കെ നമ്മൾ അലാസ്റ്റിക് ഇടാറില്ലേ, അതുപോലെ തന്നെയാണ് അലാസ്റ്റിക് ഞാൻ ഇടുന്നത്. കറക്റ്റായിട്ട് തന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇനി അത് നമുക്കൊരു 4 ഇഞ്ചിൽ ഫസ്റ്റ് ഒന്ന് അടിക്കാം. 2 തവണ ആയിട്ട് അടിക്കാതെ പെട്ടെന്ന് ഒറ്റ തവണ അടിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ അടിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ബിഗിനേഴ്സിനും കൂടി കുറച്ചും കൂടി ഈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അലാസ്റ്റിക്കിൻ്റെ അതേ വിഡ്ത്തിൽ നമുക്ക് ഒരു അടിയും കൂടി അടിക്കണം. അപ്പോഴാണ് നമുക്ക് അലാസ്റ്റിക് അതിലൂടെ കടത്തി വിടാൻ പറ്റുക. ഇനി നമുക്ക് ഒരു സ്റ്റിച്ചും കൂടി ചെയ്തിട്ട് കാണാം. ഇനി നമുക്ക് അലാസ്റ്റിക് കൊടുക്കണം. അപ്പോൾ അലാസ്റ്റിക് ഒരു 8 ഇഞ്ചോ ഒക്കെ മതിയാവും കേട്ടോ. 8 ഇഞ്ചൊക്കെ മതിയാവും. അത്രയൊന്നും വേണ്ട. ഒരു 7 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 6 ഇഞ്ചൊക്കെ മതിയാവും എലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത്. ഓക്കെ. അപ്പോൾ എന്നിട്ട് നമ്മൾ അതിനുള്ളിലൂടെ കിടത്തി വിട്ടിട്ട് എലാസ്റ്റിക് നമ്മളതിൽ ജോയിൻ ചെയ്യാം. എന്നിട്ട് എലാസ്റ്റിക്കിൻ്റെ അവിടെ കുറച്ച് ഭാഗം ഒഴിവുള്ളതുണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ അടിച്ചു കൊടുക്കുക. ദെൻ അതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി ഒരു പെർഫെക്ഷനിൽ കിട്ടും. അങ്ങനെ നമ്മുടെ ഗ്ലൗസിൻ്റെ ജോലി ഇവിടെ തീരുവാണ്. ഇനി നമുക്ക് എലാസ്റ്റിക് ഓക്കെ ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് കേട്ടോ. ലൈക്ക് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാതിരിക്കുക. ഓക്കെ. അപ്പോൾ ശരി. അപ്പോൾ നമ്മുടെ ബ്ലൗസ് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.